Consider the function f of xy equal to x cube minus 3xy plus y cube. Compute the directional derivative at the point 1, 2 in the direction of the vector 2, 3. Determine the direction in which f increases and decreases most rapidly at the point 1, 2. Maximum and minimum directional derivative. In what direction is the derivative of f of xy? Directional derivative of f of xy at 1, 2 equal to 0. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് 1, 2 കാണണം. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡി യു, അതെന്ന് വെച്ചാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ആണ്. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ള വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ഡെൽ എഫ് കാണാം. ഡെൽ എഫ് കണ്ടിട്ട് അതിൽ 1, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 1ഉം വൈക്ക് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ തന്നിട്ടുള്ള വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറാണ് യു ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ യൂണിറ്റ് വെക്ടറിൻ്റെ ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. യൂണിറ്റ് വെക്ടർ കാണണമെന്ന് വെച്ചാൽ തന്നിട്ടുള്ള വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് ആണ്. ആദ്യം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 3xy പ്ലസ് വൈ ക്യൂബാണ്. അതിൻ്റെ ഗ്രേഡിയൻറ്റ് കാണാം. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഈക്വൽ ടു ഐ ഡോ എഫ് ഐ ഡോ എക്സ് പ്ലസ് ജെ ഡോ എഫ് ബൈ ഡോ വൈ ആണ്. അപ്പോൾ ഐ ഡോ ബൈ ഡോ എക്സ് ഓഫ് തന്നിട്ടുള്ള ഫുള്ളായിട്ട് എഴുതാം, പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈയോ അത് എഴുതാം. അതായത് എഫിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഐയുടെ കൂടെ എഴുതും, പിന്നെ എഫിനെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ജെയുടെ കൂടെ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² വരും. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ കൂടെയുള്ള -3y എഴുതാം. വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ഇവിടെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ -3x വരും പ്ലസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y². അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഏത് പോയിന്റിലെയാണോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണേണ്ടത് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ 1, 2 ആണ്. എക്സിന് 1ഉം കൊടുക്കണം, വൈക്ക് 2ഉം കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞപ്പം സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് -3i പ്ലസ് 9j കിട്ടി. ഇനി ഇതിനായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാണേണ്ടത് ഏത് ഡയറക്ഷനിൽ കൂടെയുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണോ കാണേണ്ട ആ വെക്ടർ എഴുതാം. ഇവിടെ വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത് 2, 3 എന്നുള്ള പെയറായിട്ടാണ്. അപ്പോൾ നമുക്ക് 2i പ്ലസ് 3j എന്ന് എഴുതാം വെക്ടറായിട്ട്. അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2i പ്ലസ് 3j ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ കൂടെയുള്ള കമ്പോണൻറ്റിൻ്റെ 2² പ്ലസ് 3² റൂട്ട് ഓഫ് എഴുതാം. അപ്പോൾ ഇത് കിട്ടി. ഇതാണ് യൂണിറ്റ് വെക്ടർ. ഇനി യൂണിറ്റ് വെക്ടറിൻ്റെയും ഈ ഗ്രേഡിയൻറ്റ് അറ്റ് 1, 2 കൂടി ഡോട്ട് പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ ഇക്വേഷൻ 1ലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കിവിടെ ഐയുടെ കമ്പോണൻറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഐ ഒരിക്കലും എഴുതരുത് കേട്ടോ. ഇവിടെ ഐയുടെ കമ്പോണൻറ്റ് -3, ഇവിടെ 2 ബൈ റൂട്ട് ഓഫ് 13 എഴുതാം. പ്ലസ് ജെയുടെ കമ്പോണൻറ്റ് 9 ഇൻറ്റു 3 ബൈ റൂട്ട് ഓഫ് 13 മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 21 ബൈ റൂട്ട് ഓഫ് 13 കിട്ടി. ഇതാണ്. അപ്പോൾ ഇത് മാത്രം ചോദിച്ചിട്ടുള്ളെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്നാണ്. ഏത് ഡയറക്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഉണ്ടാവുക? ഈ ആൻസർ ഏറ്റവും കൂടുതൽ ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ വി എന്ന് പറഞ്ഞ വെക്ടറിൽ കൂടെ പോകുമ്പോഴുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. അപ്പോൾ ഓരോ വെക്ടറിൽ കൂടെയും ഓരോ ടൈപ്പ് ആയിരിക്കും, ഓരോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആയിരിക്കും. അതായത് ഓരോ റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും വരിക. നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെ വരുമ്പോഴാണ് കിട്ടാവുന്നത്? അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ആണ്. ഡെൽ എഫിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് റാപ്പിഡലി അറ്റ് 1, 2 ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് അറ്റ് 1, 2 ആണ്. അപ്പോൾ ഡെൽ എഫ് അറ്റ് 1, 2 ഓൾറെഡി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വെക്ടറിൽ കൂടെ പോകുമ്പോഴാണ് ഏറ്റവും റാപ്പിഡായിട്ട് എഫിന് ഇൻക്രീസ് വരികയെന്ന്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഏറ്റവും കൂടുതൽ വരിക. ഏറ്റവും ഡിക്രീസ് വരുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് -del(f) 1, 2ലാണ് ഡിക്രീസ് റാപ്പിഡലി വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്നത് ഡെൽ എഫ് അറ്റ് 1, 2 ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ, ഏറ്റവും കുറവ് വരുന്നത് del എഫിൻ്റെ ഡയറക്ഷനിലാണ്. ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ del എഫ് എന്ന് പറയുമ്പോൾ ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3i minus 9j കിട്ടും. ഇനി മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കാം. മിനിമം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിനിമം ചേഞ്ച് വരുന്ന ഡയറക്ഷൻ്റെ മോഡുലസ് എടുക്കാം. അപ്പോൾ മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഡെൽ എഫ്, മിനിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് മോഡുലസ് ഡെൽ എഫ്. ഇതാ വരാം.
ഇനി ചോദിച്ചിട്ടുള്ളത് ഇൻ വാട്ട് ഡയറക്ഷൻ ഓർത്തോഗണൽ വെക്ടർ ഓഫ് ഡെൽ എഫ് ഈസ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് 0. അതായത് ഏത് ഡയറക്ഷനിലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 കിട്ടാമെന്ന്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഓർത്തോഗണൽ വെക്ടർ. ഓർത്തോഗണൽ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 വരിക. അപ്പോൾ ഡെൽ എഫിൻ്റെ ഓർത്തോഗണൽ വെക്ടർ കിട്ടണം. ഡെൽ എഫ് എന്താ? -3i + 9j. ഇതിൻ്റെ ഓർത്തോഗണൽ വെക്ടർ കിട്ടാനായിട്ട് a + bj ആണ് ഒരു വെക്ടറെങ്കിൽ അതിൻ്റെ ഓർത്തോഗണൽ വെക്ടർ കിട്ടാൻ ജെയുടെ കമ്പോണൻറ്റിനെ ഐയുടെ കമ്പോണൻ്റായിട്ട് എഴുതാം. ഐയുടെ കമ്പോണൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ജെയുടെ കമ്പോണൻ്റായിട്ട് എഴുതാം. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ജെയുടെ കമ്പോണൻറ്റ് 9നെ ഐയുടെ കമ്പോണൻ്റായിട്ട് എഴുതാം. ഐയുടെ കമ്പോണൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈൻ -3യുടെ ഓപ്പോസിറ്റ് സൈൻ +3 ജെയുടെ കമ്പോണൻ്റായിട്ട് എഴുതി. ഇതായിരിക്കും. ഇത് തമ്മിലും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 9 - 3 -27 വരും. ഇവിടെ നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് ഇവിടെ 0 വരും. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ.